അപ്പൊ ഹായ് എവരിവൺ, നമ്മളിപ്പോൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ദുബായിൽ എത്തിയതിന്റെ പല പല ആവശ്യങ്ങളായിട്ടാണ് നമ്മൾ ദുബായിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ബിസിനസ് റിനോവേഷന്, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ. നമ്മളോടൊപ്പം നാട്ടിൽ നിന്ന് എൽസയുണ്ട്. എൽസയുടെ മേക്കപ്പ് ഒക്കെ പോയത് പിന്നെ ശരിയാക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. എൽസ പറയാ, എങ്ങനെയുണ്ട് ദുബായിൽ എത്തിയിട്ട് എക്സൈറ്റഡ് ആണോ? ദുബായ് സോ നൈസ്, കൊള്ളാം. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ നമ്മൾ നൈറ്റ് വന്നാണ്. രാവിലെ നമ്മൾ ഫ്രഷ് അപ്പ് ആയിപ്പറക്കി ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. എൽസയ്ക്കാണെങ്കിൽ നാട്ടിലെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കും കുറച്ച് ഇമെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എൽസയ്ക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഒരു 17 Pro Max. നമ്മൾ നാട്ടിൽ നിന്നും എടുത്തിട്ടില്ല, UK നിന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ദുബായ് വന്നപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ദുബായിലാകുമ്പോഴത്തേക്കും കുറച്ച് ചീപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫോൺ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. UK പോലെ തന്നെ ബോൾട്ടും യൂബറും ഒക്കെ ഇവിടെ ഉണ്ട്. ബോൾട്ടാണ് ഇവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ. അപ്പോൾ നമ്മൾ ബോൾട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ബോൾട്ട് എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 ദിറംസ് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ പൗണ്ട്സ് നോക്കി കഴിഞ്ഞാൽ 10 ദിറംസ് പറയുമ്പോഴത്തേക്ക് എത്ര 202 പൗണ്ട് ഒക്കെ അറേഞ്ച് ഒക്കെ ആയിട്ടുള്ളൂ. ദുബായ് നമുക്ക് UK-കാരെ സംബന്ധിച്ച് ദുബായ് കുറച്ച് അഫോർഡബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. എക്സൈറ്റഡ് ആണോ ഫോൺ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി? ഓൾവേസ്. അത് പുള്ളിക്കാരത്തി എന്താ പറയുക, നാട്ടിൽ തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സെനി Pro Max എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ നടത്താൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മളെ കടയിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ബർദുബായിൽ വന്നിരിക്കുകയാണ്. ക്ലിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ കടയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഈ കടയിൽ വന്നത്. നമ്മൾ UK തൊട്ട് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇഷ്ടം പോലെ ഫോണാണ്. ഏത് സാധനം വേണമെങ്കിലും ഉണ്ട്. നമ്മളിത് 3 കളറും കണ്ട് ലാസ്റ്റ് നമുക്ക് ഇഷ്ടം തോന്നിയത് ഈ സിൽവർ കളറിനോടാണ്. അപ്പൊ നമ്മൾ സിൽവർ കളർ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പൊ നമുക്ക് റൂമിൽ ചെന്നിട്ട് ഈ സാധനം അൺബോക്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇക്കാണ് നമ്മുടെ കാര്യങ്ങൾ. ഇക്കയുടെ പേര് നിഷാനിക്കാണ്. ഇക്കാടെ ഒരു ഇവിടുത്തെ ഒരു മെയിൻ ഇക്കാണ്ടുള്ള ആളുടെ ഒരു റാഷിദ് എന്ന് പറഞ്ഞ ആളുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കണത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂമിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളാണ്. അപ്പൊ എൽസയ്ക്ക് റൂമിൽ പോകാനുള്ള ക്ഷമയില്ല ഫോൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റൂമിൽ പോയി വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചാണ്. ഫോണിന്റെ പറ്റണില്ല. അപ്പൊ ഞാൻ പൊട്ടിച്ച് വിടുന്ന സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചൊക്കെ പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഫോണൊക്കെ പൊട്ടിക്കാണ്. പൊട്ടിച്ചോ, കാണട്ടെ, വേഗം ആയിക്കോട്ടെ. രൂപ 1 ലക്ഷം വെറുതെ അങ്ങ് പോയി കേട്ടാ. നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഫോണാണ് കേട്ടാ. അതെ ഫോൺ എല്ലാവരും കണ്ട്. ഇതാണ് കളറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. സ്ക്രാച്ച് ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല. നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടത് വെച്ച് ആണ് ഫോണ്. അപ്പൊ ഞാൻ ഇത് പൊളിച്ചോട്ടെ? അതെ, ആ ഒരു സംതൃപ്തി നമുക്ക്. നമ്മൾ പൊളിച്ചിരിക്കുകയാണ്. ഞെക്കി ഓണാക്കാൻ വേണ്ടി ഇതാണ്. പെട്ടെന്ന് ഓണാകുമോ നമുക്ക് നോക്കാം. അതെ, സാധനം ഓണായിരിക്കുകയാണ്. ഫോൺ ഓണായിട്ടുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ 17 Pro Max നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മളല്ല വാങ്ങിച്ചിരിക്കുന്നത്, എൽസയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആളുടെ ഫോണ് എന്താണെങ്കിലും സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഇക്കാടെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ട് സ്ക്രീൻ കാർഡും കാര്യങ്ങളും ഒട്ടിക്കാം. നമുക്ക് റൂമിൽ പോയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. സാധനം എന്തേ ഓണായിട്ടുണ്ട്. നമുക്ക് എന്താണ്, നമ്മൾ ഇംഗ്ലീഷ് ഞെക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോസിന് വേണ്ടി നമ്മൾ സ്റ്റേ ട്യൂൺ ചെയ്യാം കേട്ടോ. ദുബായിലുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേറ സിറ്റി സെന്ററിലാണ് ഉള്ളത്. നമ്മുടെ ഷോപ്പിംഗ് നമ്മൾ ഓൾറെഡി 17 Pro Max മേടിച്ച് അത് ഓൾറെഡി നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ 17 Pro Maxലാണ് നമ്മൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനുണ്ട്, എൽസി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കൂടെ കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളും അപ്പോൾ കുറച്ച് ഫോർമൽസും കാര്യങ്ങളൊക്കെ നമ്മൾ UK എടുക്കാതെ ഇവിടെ വന്ന് എടുക്കാമെന്ന് കരുതി. കാരണം ഇവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഷോപ്പിംഗ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളും അതിനെ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ദേറ സിറ്റി സെന്ററിലാണ്. നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ ഷോപ്പുകളും കാര്യങ്ങളും, പലതരം ബ്രാൻഡുകളെ കാര്യങ്ങൾ, നല്ല ഓഫറും കാര്യങ്ങളും. നാഷണൽ ഡേയുടെ ഭാഗമായിട്ടും ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഓരോന്നും കാര്യങ്ങളാണ്. അല്ലെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ദേറ സിറ്റി സെന്റർ ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഞാൻ യൂഷ്വലി സ്യൂട്ട് കാര്യങ്ങൾ ഫോർമൽസ് ഒക്കെ ദുബായ് വരുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇയർലി 2 times ദുബായ് വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ 6 monthsലേക്കുള്ളൊരു 2-3 ഫോർമൽ ഷർട്ടും ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം യൂണിയിലോ എന്തെങ്കിലും മീറ്റിംഗ്സോ കാര്യങ്ങളോ എല്ലാ കാര്യം. എനിക്ക് ദുബായിലെ ബിസിനസ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിൻ ടൈമിൽ ഇവിടെ വരുമ്പോഴാണ് ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുന്നത്. ഞാൻ 10 daysലേക്ക് ഒരു വീക്കിൽ വരുമ്പോൾ ഇവിടുന്ന് എടുക്കാറ്. അപ്പോൾ നിങ്ങളും എന്താ പറയുക, ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് നല്ല ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷോപ്പിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോർമൽസ് കഴിഞ്ഞ് ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്വൽസ് എടുക്കാം. കുറച്ച്
ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യണം. എൽസ് ഇവിടെ എവിടെയൊക്കെയോ പരതുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ആളാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ എന്തൊക്കെയാണ് മേടിച്ച് കൂട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ എന്താ പറയുക, നമ്മളാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി അബ്രോഡ് വരുന്ന വീഡിയോസും കാര്യങ്ങളാണ് നിങ്ങൾ ഇടുന്നത്. സ്റ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ കുറച്ച് ഇടണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നതാണ്. ഷൂവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഓക്കെ, എന്താ പറയുക, ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. നമുക്കാണ് എൽസേനെ കണ്ടുപിടിക്കണം. അപ്പോൾ എൽസ എവിടെയാണുള്ള തപ്പി കണ്ടുപിടിക്കുക. അതുകൂടാണ്ട് കുറച്ച് ക്യാഷ്വൽസ് എടുക്കണം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനുള്ളത് ചെറിയൊരു കോഡിൻ്റെ അടുത്ത് വാങ്ങിച്ചു. നിങ്ങൾക്ക് കാണാം, എന്താ പറയുക, നമ്മൾ യു കെയിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ആയിട്ടൊന്നുമില്ല. എൽസയ്ക്ക് എന്നിട്ട് തികഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മളിവിടെ അടുത്ത കടയിലേക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ദുബായിലെ ഡേ 1 ഷോപ്പിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെനിബ്രോക്സ് മേടിച്ചു, ഡ്രസ്സ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേയുടെ പരിപാടികൾ നമ്മൾ കഴിയുവാണ്. പിന്നെ നാളത്തെ കാര്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഷൂവും എൽസയുടെ ബാക്കി ഡ്രസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കണം. നാളെ രാവിലെ നമുക്കൊരു പ്രോപ്പർ ഓഫീസ് ഡേ ആണ്. ഫുഡ് ഞാൻ എവിടെയെങ്കിലും എനിക്ക് വാങ്ങിത്തരാം. ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമ്മൾ ഷൂ മേടിച്ചു, ഡ്രസ്സും മേടിച്ചു, പെർഫ്യൂം മേടിച്ച്, ഫോം മേടിച്ച്, എല്ലാം മേടിച്ചു. വി ഓൾ ഗുഡ്. ഓക്കെ, ഇനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ സെക്ഷൻ നമ്മൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി, എന്താ പറയുക, ലൈക്ക് ആദ്യം ഫുഡ് കഴിച്ചു, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ ആയി. പിന്നെ നമ്മൾ ഫോൺ വാങ്ങിക്കാൻ പോയി. പിന്നെ നമ്മൾ ഫുള്ള് ഞങ്ങളുടെ ഷോപ്പിംഗ് ദുബായ് വന്നതിൻ്റെ ഫുള്ളായിട്ടുള്ള കഴിഞ്ഞു. ഇനി അടുത്ത ഈ ഒരു എന്താ പറയുക, ലൈക്ക് 1 വീക്കിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഷോപ്പിങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്ത നാളത്തെ വ്ളോഗായിട്ട്, നാളത്തെ ദിവസത്തെ കാര്യങ്ങളായിട്ട്, നാളത്തെ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ദുബായിലെ ഫസ്റ്റ് ഡേ ഇതിലാണ്. ഇനി ഞങ്ങൾ ഇന്ന് കുളിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പോകണം. വൈകുന്നേരം ഈവനിങ് ആയി. താങ്ക് യു എവരിവൺ. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ പരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺസൾട്ടൻസിനെ. അപ്പോൾ അത്തരത്തിലുള്ള എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഏത് രാജ്യത്താണെങ്കിൽ, ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ജോമറ്റ് ആണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലുണ്ട്, ഞാൻ യു കെയിലുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്ത് വന്നാലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അഡ്മിഷൻ പരമായ വീഡിയോസ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു എവരിവൺ.